നമസ്കാരം. ഞാൻ ഡോക്ടർ ജി.പി. സിദ്ധി, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി കാലടിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ. പാലിയേറ്റീവ് കെയർ ആയുർവേദത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിലുടനീളം അരികെ എന്നൊരു പദ്ധതി, അതായത് സർക്കാരിൻ്റെ അരികെ എന്ന് പറയുന്ന ഒരു പദ്ധതി വഴി പാലിയേറ്റീവ് പരിചരണം കോംപ്രിഹെൻസീവായിട്ട്, അതായത് എല്ലാ സിസ്റ്റവും ആയുർവേദം, അലോപ്പതി, ഹോമിയോ എല്ലാ ചികിത്സാ സമ്പ്രദായവും വഴിയും കിടരോഗികൾക്കും അശരണരായ രോഗികൾക്കും പരിചരണം കൊടുക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് നടന്നു വരുന്നത്. ഈ വർഷത്തെ പാലിയേറ്റീവ് ദിനത്തിൻ്റെ സന്ദേശം തന്നെ സംതൃപ്ത പരിചരണം ഏവരുടെയും അവകാശം എന്നാണ്. അതായത് പാലിയേറ്റീവ് പരിചരണം എന്ന് പറയുന്നത് ഒരു കിടരോഗി അതായത് ആവശ്യപ്പെട്ട് കൊടുക്കേണ്ടതല്ല, അത് ഓരോ കിടരോഗിയുടെയും അവകാശമായിട്ടാണ് നമ്മൾ ഈ ഒരു ദിനത്തിൽ ആ ഒരു സന്ദേശം പ്രമേയവുമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ ഒരു പാലിയേറ്റീവ് പരിചരണ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ജനതയെയും ഒരു പരിചരണത്തിൻ്റെ, അതായത് രോഗാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന്, വളരെയധികം ഹോം ബൗണ്ടായിട്ടുള്ളവർ, അതായത് രോഗകാരണം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഉള്ളിൽ ഒരു ആരോഗ്യ പ്രശ്നം കാരണം മറ്റു ജോലികളൊന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവർ. രണ്ടാമത് ബെഡ് ബൗണ്ട്, അതായത് കട്ടിലിൽ നിന്നും കിടക്കയിൽ നിന്നും തന്നെ എണീറ്റ് നടക്കാനും ദൈനംദിന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ രോഗബാധിതരായിട്ടുള്ളവർ. മൂന്നാമത്തത് ക്രോണിക് ഇൽനെസ്, അതായത് ദീർഘനാളായിട്ട് ഏതെങ്കിലും ഒരു രോഗം ബാധിച്ച് രോഗാവസ്ഥ കാരണം മറ്റ് സാധാരണ പ്രവർത്തനങ്ങൾ, അതായത് ജോലിയിലൊന്നും ഏർപ്പെടാൻ സാധിക്കാതെ രോഗപീഠ അനുഭവിക്കുന്ന ആൾക്കാർ. നാലാമത് മോറോലെസ് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ. നമുക്കറിയാം മറ്റു രോഗമൊന്നും ഇല്ല എങ്കിലും ഒരു പാലിയേറ്റീവ് പരിചരണം നമുക്കെല്ലാവർക്കും ഒരു പ്രായമാകുന്ന അവസ്ഥയിൽ വേണ്ടി വരാറുണ്ട്, മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒന്നും ഇല്ല എങ്കിലും. ഇങ്ങനെ 4 തരത്തിലാണ് നമ്മൾ പാലിയേറ്റീവ് പോപ്പുലേഷനെ, ജനങ്ങളെ പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് തിരിച്ചിട്ടുള്ളത്. ഇവരിൽ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഹോം ബൗണ്ടും ബെഡ് ബൗണ്ടുമായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ചെന്ന് പരിചരണം കൊടുക്കുന്ന ഹോം കെയർ സംവിധാനം, അതായത് ഹോം കെയറിൽ ഒരു പാലിയേറ്റീവ് നഴ്സ്, ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ ഉള്ളൊരു ഹോം കെയർ സംവിധാനമുണ്ട്. അതും ഒരു 3 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെറിഷറി കെയർ. പ്രൈമറി കെയർ എന്ന് പറയുമ്പോൾ ഓരോ പഞ്ചായത്തിലും പഞ്ചായത്ത് തല പദ്ധതി വെച്ച് ഡോക്ടറും അതുപോലെ തന്നെ പാലിയേറ്റീവ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള നഴ്സ്, അതുപോലെ തന്നെ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, അതിൽ പഞ്ചായത്ത് മെമ്പർ പെടാം, ആശാ വർക്കർ പെടാം, ഇവരെല്ലാവരും രോഗാവസ്ഥയുള്ളവർ. അപ്പോൾ ഒരു വ്യക്തി പാലിയേറ്റീവ് പരിചരണം ആവശ്യമാണ്, കിടരോഗിയാണ് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും, സാധാരണ അവരൊന്നും ആവശ്യപ്പെട്ടില്ല എങ്കിലും അവിടുത്തെ ഹെൽത്ത് വർക്കറോ ആശാ വർക്കറോ മുഖാന്തിരം അവർക്ക് ഏത് ചികിത്സാ സംവിധാനമാണോ വേണ്ടത് അത് അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളത് ആ പ്രദേശത്തുള്ള ഒരു ആരോഗ്യ രംഗത്തിൻ്റെ, ആരോഗ്യ വിഭാഗത്തിൻ്റെ ജോലിയാണ്. ഇൻ കേസ് അത് നടക്കുന്നില്ല എങ്കിൽ പാലിയേറ്റീവ് ഒരു കിടരോഗി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും ആശാ വർക്കറുമായി ബന്ധപ്പെടുക. ആശാ വർക്കർ അതുവഴി ആരോഗ്യ പ്രവർത്തകരെ, അതായത് പാലിയേറ്റീവ് നഴ്സ്, ഡോക്ടേഴ്സിന് അവർക്ക് ഏത് തരം ചികിത്സയാണ് വേണ്ടത് എന്നുള്ളത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആണ് ആ ഒരു രീതി. അപ്പം ഓരോ വ്യക്തിയുടെ ഒരു സംതൃപ്ത പരിചരണം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. ഇത് പാലിയേറ്റീവ് കെയറിന് ആർക്ക് പങ്കെടുക്കാം എന്നുള്ളതിൽ ഈ ഒരു ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ല, ഒരു പരിചരണം കൊടുക്കുന്നതിന് ഒരു കൂട്ടായ, അതായത് സാന്ത്വനമേകാൻ അയൽക്കണ്ണികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ആ ഏരിയയിൽ തന്നെ ഫോം ചെയ്ത് അതിനകത്ത് സ്റ്റുഡൻസ് ഉണ്ടാവാം, വോളണ്ടിയേഴ്സ് ഉണ്ടാവാം, സന്നദ്ധ പ്രവർത്തകരുണ്ടാകാം. ഇങ്ങനെ ഗവൺമെൻറ് യൂണിറ്റ്സും അതുപോലെ തന്നെ നോൺ ഗവൺമെൻറ് യൂണിറ്റ്സും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആയുർവേദ വകുപ്പിൻ്റെ പാലിയേറ്റീവ് പരിചരണ രീതിയും കണ്ടറിഞ്ഞിട്ട്, അതായത് ആയുഷ് മോഡൽ, കേരള മോഡൽ ആയുഷ് പാലിയേറ്റീവ് കെയർ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ വരികയും അതിനെ മാതൃകയാക്കി അവിടെയും പാലിയേറ്റീവ് കെയർ പരിചരണം നടക്കുന്നുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത് ഒരു രോഗിക്ക് ആവശ്യമായ പരിചരണം, കാരണം പാലിയേറ്റീവ് കെയർ വരുമ്പം രോഗത്തിന് അനുസരിച്ചുള്ള പരിചരണത്തിനാണ് പ്രാധാന്യം, കെയർ ഗീവിങ്ങിനാണ്. അതായത് അതിൻ്റെ ഒരു വാക്ക് തന്നെ ഇങ്ങനെയാണ്, there may be an end for cure. നമുക്ക് ചികിത്സയ്ക്കൊരു അവസാനം ഉണ്ടാകാം, പക്ഷെ പരിചരണത്തിനൊരു എൻഡില്ല. നമുക്ക് എത്രത്തോളം പരിചരണം അവർക്ക് ലഭ്യമാകണോ അതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കൂട്ടായ, അതായത് ഗവൺമെൻറ്റും നോൺ ഗവൺമെൻറ്റുമായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് ഓരോ കിടരോഗിയുടെയും രോഗാവസ്ഥയും അവരുടെ മറ്റ് സാമൂഹ്യ, സാമ്പത്തിക, മാനസിക അസ്വസ്ഥതകളും നീക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് പാലിയേറ്റീവ് പരിചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.